പോയ കാലത്തിന്റെ ഓർമ്മകളെ തിരിച്ചുവിളിച്ച് അംബാസിഡർ കാർ ഉടമകൾ റാലി നടത്തി. നീലേശ്വരം കരുവാശ്ശേരി മുതൽ പള്ളിക്കര ബീച്ച് വരെയാണ് റാലി സംഘടിപ്പിച്ചത്. പോയ കാലങ്ങളിൽ യാത്രികർക്ക് എന്നും സുഖസവാരി നൽകിയിരുന്ന അംബാസിഡർ കാറുകൾ ഇല്ലാതാവുമ്പോൾ ഉള്ളവയെ പിടിച്ചു നിർത്താൻ പരിശ്രമിക്കുകയാണ് ഒരു കൂട്ടം വാഹന ഉടമകൾ. അംബാസിഡർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചാണ് ഇവർ അതിനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുന്നത്. മലയാളികളുടെ ഗൃഹാതുരത്വമാർന്ന ഓർമ്മകളിലെ സഹയാത്രികനായിരുന്ന അംബാസിഡർ കാറുകളിൽ ജില്ലയിൽ ഇപ്പോഴും മുടക്കമില്ലാതെ സർവീസ് ഏർപ്പെടുന്ന കാറുകളുടെ ഉടമസ്ഥരാണ് വാട്സ്ആപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത്. അംബാസിഡർ കാറുകളുടെ ഓർമ്മകൾ ഉണർത്തുന്നതിനും അവയുടെ പ്രചാരണത്തിനുമായി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. അംബാസിഡർ കാർ ഉടമകളുടെ വളരെ ഒത്തൊരുമയോട് കൂടിയിട്ടൊരു സംരംഭമാണിത്. ഭൂതകാലത്തെ സ്മരണയിൽ നിർത്തുക എന്നുള്ളതാണ് തീർച്ചയായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുക എന്നുള്ള വളരെ ആപത്കരമായിരിക്കുന്ന ഒരു സമീപനത്തെ ചെറുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ കൂട്ടായ്മയിലുണ്ട്. ഇന്നലകളിൽ നമ്മുടെ കുടുംബങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിരുന്നു, നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരമായ വാഹനമായിരുന്നു അംബാസിഡർ. അംബാസിഡർ കാറിൻ്റെ ആ ഒരു ഉറപ്പും അംബാസിഡർ കാറിൻ്റെ ആ ഒരു ഏതൊരു സാഹചര്യത്തിലും ഓടാനുള്ളതിൻ്റെ സന്നദ്ധതയും എല്ലാം തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയതാണ്. നവീന മാതൃകയിൽ പുത്തൻ ഫാഷനുകളിൽ പുതിയ കാറുകൾ എത്തുമ്പോഴും ഈ നാടിൻ്റെ സ്വന്തം വാഹനം ഇവിടെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് അവർ റാലി സംഘടിപ്പിച്ചത്. റാലിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവും നൽകി. ഒരു കാലത്ത് നാടിൻ്റെ രാജപാതകളിൽ രാജപദവിയോടെ സഞ്ചരിച്ച അംബാസിഡർ കാറുകളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വമേകാൻ പ്രൊഫസർ ശശിമേനോൻ ഉൾപ്പെടെയുള്ളവരും എത്തിയിരുന്നു. കാർ റാലിക്ക് ഉടമകളായ രാഘവേന്ദ്രൻ, അജിത് കുമാർ, പ്രണവ്, ശിഹാബ്, പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വമേകി.